രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വലിയ തിരക്ക് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഉച്ചയായപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പലയിടങ്ങളിലും തിരക്ക് കുറവുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ വളരെ സജീവമായി ബൂത്തുകളും മറ്റുമായി ഒരുക്കത്തിലാണ്. നിരവധി പേർ ഈ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ BJP ആണെങ്കിൽ JJP ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ബൂത്ത് സജ്ജീകരിച്ച് കാത്തു നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വോട്ടിൻ്റെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ ആദ്യ 1 മണിക്കൂറിൽ 10% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അത് കഴിഞ്ഞ് സമാനമായി തന്നെ ഏതാണ്ട് 12 മണി വരെ പോളിംഗ് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഉച്ച സമയത്താണ് അല്പം ഒരു ചെറിയ ഇടപെടലുണ്ടായത്. അതിനൊപ്പം തന്നെ കോൺഗ്രസ് ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നത് ഭിവാനിയിലെ SP അദ്ദേഹത്തെ മാറ്റണം, അദ്ദേഹം BJPക്ക് വേണ്ടി പണിയെടുക്കുന്നു, BJPക്ക് അനുകൂലമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ദേവേന്ദ്ര സിംഗ് ഹൂഡ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിവിടെ കാണാം, നാഷണൽ പബ്ലിക് സ്കൂളാണ് ഗുരുഗ്രാമിലെ. ഇവിടെ പോളിംഗ് ബൂത്ത് ഇപ്പോൾ ഉച്ചസമയം കഴിയുമ്പോൾ വലിയ തിരക്ക് ബൂത്തുകളിലില്ല. വിദ്യാർത്ഥികളൊക്കെ ഈ ക്രമീകരണത്തിന് വേണ്ടി സജ്ജമായി നിൽക്കുന്നുണ്ട്. എല്ലാവരും സജ്ജമായി നിൽക്കുന്നുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. BJP എന്നാൽ തുടർച്ചയായ 3ാം തവണയും വിജയിക്കാമെന്ന പ്രതീക്ഷയാണ്. പോളിംഗ് ശതമാനത്തെക്കുറിച്ച് BJPയുടെ ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നിട്ടില്ല.